الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي نفسي أولا بالتقوى الله ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹനിധികളായ മാതാപിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കളെ കുട്ടികളെ നമ്മുടെ നാട്ടിൽ അന്നം തേടിയെത്തിയ അതിഥി തൊഴിലാളികളായ സഹോദരങ്ങളെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു അനുവദിക്കുന്ന ആയുസ് വരെ നാം ഇവിടെ ജീവിക്കണം. അല്ലാഹു നൽകിയതെല്ലാം ആസ്വദിച്ചും അനുഭവിച്ചുമാണ് ജീവിക്കുന്നത്. ആ ജീവിതത്തിന്റെ ഇടയിൽ അല്ലാഹുവിനെ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയും തഖ്വയോടെ ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറ മുഅ്മിനൂൻ ആദ്യ വചനങ്ങളിലും അതുപോലെ തന്നെ സൂറത്തുൽ അഅലയിലെ ചില ഭാഗത്തും അല്ലാഹു നമ്മെ ഉണർത്തിയ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഇന്നത്തെ വിഷയം ഇതാണ്:
കളിയും കാര്യവും പരലോകമുണ്ട്, മറക്കരുത്. വിഷയം മറ്റൊന്നുമല്ല, ഫുട്ബോൾ കളിയും അതിൻ്റെ ആരാധനയുമാണ്. മുസ്ലിം സമുദായം അതുപോലെ ചെറുപ്പക്കാർ അതിര് കവിഞ്ഞിരിക്കുന്നു. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്ത് തോന്നിയവാസം കാണിച്ചാലും മിണ്ടാതിരിക്കാൻ ഖുർആന് പറ്റില്ല. മഹല്ലുകളൊക്കെ വിലക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഖുർആനിന് ചിലത് പറയാനുണ്ട്, അത് കേട്ടേ പറ്റൂ. അത് കേൾക്കുകയും വേണം, അടുത്ത വർഷം മാറ്റം ഉണ്ടാകുകയും വേണം, നിർബന്ധമാണ്. പരിശുദ്ധ ഇസ്ലാം കല, കായിക വിനോദങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. കുതിരപ്പന്തയം, അമ്പെയ്ത്തു മത്സരം, ഓട്ട മത്സരം, ഗാനങ്ങൾ, ഇസ്ലാഹി ഗാനങ്ങൾ, ഇസ്ലാമിക ഗാനങ്ങൾ, അതേപോലെ തന്നെ സർഗമേളകൾ, സർഗവസന്തങ്ങൾ, രചന, കളറിങ്, ജീവനില്ലാത്ത വസ്തുക്കളുടെ ചിത്രരചന ഒക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഫുട്ബോളും ഇസ്ലാം അനുവദിച്ച കളിയാണ്, കാൽപന്ത് കളി. ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഈ പറയുന്ന ഞാനും ഇഷ്ടപ്പെടുന്നയാളാണ്. പക്ഷേ അള്ളാഹുവിന്റെ ദീനിനെ മറന്നിട്ട് നിസ്കാരം മാറ്റി വെച്ചിട്ടൊരു കളി ഇല്ല. പൈസ ദൂർത്തടിച്ചുകൊണ്ട് ഒരു ആരാധനാ സ്വഭാവത്തിൽ ഫ്ലക്സ് വെച്ചിട്ടൊരു കളി ഇസ്ലാമിലില്ല. അത് വേണ്ട. അത് ഈ സമുദായം അതിരി കവിഞ്ഞിരിക്കുന്നു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കളിയെന്ന ആവേശത്തേക്കാൾ അപ്പുറം ആരാധനയായി മാറി. എന്താ കാരണം? ഉടവട്ടി കടയിലേക്ക് ചെന്നാൽ നൈബറിന്റെ കട്ട് പറയുന്ന പിള്ളേരായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇസ്ലാമികമല്ല. പിതാക്കന്മാർ അത് സമ്മതിക്കരുത്. അതുപോലെ നൈബറിന്റെയും അതേപോലെ മറ്റുള്ള കളിക്കാരുടെയും ചിത്രമുള്ള ജേഴ്സി ഇട്ടുകൊണ്ടല്ല പള്ളി വരേണ്ടത്. ഇത്രക്ക് പൊട്ടന്മാരാ നമ്മള്. ഇബാദത്ത് ചെയ്യാൻ വരുന്നത് ഒരാളെ ചിത്രമുള്ള ജേഴ്സി ഇട്ടിട്ട്. എവിടെയൊക്കെ നമ്മൾ പോണത്? അള്ളാന്റെ പള്ളിയിലല്ലേ വന്നത്. ഇത്ര കഥപ്പതിച്ച് നമ്മൾ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഒരാളെ കാണിച്ചു തരാമോ? സൺഡേ പ്രാർത്ഥനകളിൽ ക്രൈസ്തവ ദേവാലയത്തിൽ പഠിക്കണം നിങ്ങൾ. ഒരാള് ഈ ഫുട്ബോൾ താരത്തിന്റെ ചിത്രം ഇട്ടുകൊണ്ട് ആരാധനയ്ക്ക് വരുന്നത് ഒരാളെ കാണിക്കാമോ നിങ്ങൾക്ക്? ഇല്ല. ഒരു ഹൈന്ദവ ദേവാലയത്തിൽ കാണിക്കാമോ? ഇത് മദ്രസയിലും അത്, അള്ളാന്റെ പള്ളിയിലും അത്. ആ ഇബാദത്ത് സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. ചിത്രങ്ങളുള്ളത് ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ പള്ളിയിലൊക്കെ അർജന്റീനയും ബ്രസീലും മറ്റു രാജ്യങ്ങളൊക്കെയുള്ള ആൾക്കാർ നിസ്കരിക്കാൻ വരികയാണ്. വല്ലാത്ത സങ്കടമുണ്ട് ആ വിഷയത്തിൽ. വേണ്ടി ഞാൻ പറയുന്നു, ഇസ്ലാം കളിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മനുഷ്യ മനസ്സുകളിൽ കളിയുണ്ട്, അതിന്റെ ആരവങ്ങളുണ്ട്. നിങ്ങൾക്കത് കാണാം. ഇശാഇന്റെ ജമാഅത്ത് മുടങ്ങാതെ, സുബഹിന്റെ ജമാഅത്ത് മുടങ്ങാതെ, ഉറക്കം നഷ്ടപ്പെടാതെ കാണാം. ആ കളി അതുമായി ബന്ധപ്പെട്ട നായകന്മാരുടെ ആരാധനയായി മാറരുത്. അത് ശിർക്കാണ്, കുഫ്റാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ ഒരു 3 ആയത്തുണ്ട്. ആദ്യം അത് പരിശോധിക്കാം. അല്ലാഹു പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ അടയാളം അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ,
തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് ഭയഭക്തി ഉള്ളവരാണ് വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും വിളിക്കുന്ന 2 വചനമുണ്ട്. ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് വരിൻ. തൊട്ടടുത്ത വചനം ഹയ്യ അലൽ ഫലാഹ്, നീ വിജയത്തിലേക്ക് വാ. ഇനി ആ ബാങ്കിൽ വന്ന വാക്കും ഇതുമായി കണക്ട് ചെയ്യും. ഹയ്യ അലൽ ഫലാഹ്, നീ വിജയത്തിലേക്ക് വാ. അല്ലാഹ് പറഞ്ഞു സൂറത്തുൽ മുഅ്മിനൂൻ 1-ാമത്തെ ആയത്ത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ വിജയിച്ചിട്ടുണ്ട്. ആ വിജയത്തിന്റെ 1-ാമത്തെ അടയാളം അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ്. 2-ാമത്തെ സൂറത്തുൽ മുഅ്മിനൂനിലെ വചനമാണ് ശ്രദ്ധിക്കേണ്ടത്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന്, ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളിൽ നിന്ന്, തനിക്കും തന്റെ നാടിനും തന്റെ കുടുംബത്തിനും തന്റെ സമുദായത്തിനും ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ് വിശ്വാസികളായ ആളുകൾ. ഈ ഫുട്ബോൾ താരങ്ങളുടെ ഫ്ലെക്സ് വെക്കല് ആവശ്യമാണോ അനാവശ്യമാണോ? ചിന്തിക്കൂ. എന്താ അതുകൊണ്ട് കിട്ടാനുള്ളത്? ഒരു ഗുണം പറ. നമ്മുടെ രാജ്യത്തിനുള്ള ഒരു ഗുണം പറ. നമ്മുടെ നാടിനുള്ളൊരു ഗുണം പറ. ഇന്നത്തെ യുവതയ്ക്ക് കിട്ടുന്ന ഒരു ഗുണം പറ. ഒരെണ്ണം പറഞ്ഞാൽ മതി. ആ സാധനം 10,000 മുടക്കിയിട്ട് ഇങ്ങനെ അവരുടെ ചിത്രങ്ങൾ വെച്ചിട്ട് അവരാരാണ് എന്നും ഏത് വിശ്വാസക്കാരാണെന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, പരിശോധിച്ചാൽ മതി. ആ വിഷയം നിങ്ങൾ പിന്നെ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, കളി വേണം, അതിന്റെ ഇഷ്ടങ്ങൾ വേണം, പക്ഷേ അതിലെ നായകന്മാരോടുള്ള ആരാധനാ സ്വഭാവം ഇസ്ലാമികമല്ല. എത്ര പൈസയാണ് ദൂർത്തടിച്ചു കളയുന്നത്? എത്ര 10,000-ങ്ങളാണ് നിസ്സാരമായ ഒരു ഗുണവുമില്ലാത്ത, ഒരാവശ്യവുമില്ലാത്ത, അതുകൊണ്ട് യാതൊരു നേട്ടങ്ങളുമില്ലാത്ത ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുസ്ലിം യുവത പൈസ കളയുകയാണ്. അല്ലാഹ് പറഞ്ഞു വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ മാറി ചിന്തിക്കണം. ഒരാള് എത്ര അടിയാണോ ഉയരത്തിൽ ഫ്ലെക്സ് കട്ടൗട്ട് വെക്കുന്നത്, നമ്മുടെ സമുദായത്തിലെ മറ്റു യുവാക്കൾ അതിനേക്കാൾ വലുത് വെക്കാൻ മത്സരിക്കുന്നു. എന്റെ മറ്റു സമുദായത്തിന്റെ ആളുകളെ കാണാത്തത്? ഇവിടെ എത്രയോ സമുദായങ്ങളുണ്ട്. നമ്മുടെ സമുദായത്തിന്റെ മക്കളാണ്, യുവാക്കളാണ് ഇതിനെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ കുറവാണ്, എന്നാൽ മഹല്ലിന് സമീപങ്ങളിൽ കൂടുതലാണ്. പറയാതിരിക്കാൻ വയ്യ. മഹല്ലൊക്കെ രംഗത്തിറങ്ങണം. ഖതീബ് മിമ്പറിൽ യുവാക്കളെ ബോധവൽക്കരിക്കണം. അത് ഖതീബിന്റെ ബാധ്യതയാണ്. അവൻ എന്തും ചെയ്യട്ടെ എന്നല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുണ്ട്, കുറ്റപ്പെടുത്തുകയല്ല. ഒരു മിമ്പർ, ഒരു ഖതീബ് ആ നാട്ടിലെ അനാവശ്യങ്ങൾ കണ്ടാൽ തുറന്നു പറയാൻ തയ്യാറാകണം. യുവാക്കൾ എന്തു വിചാരിക്കട്ടെ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ഇത് അനാവശ്യമാണ്, ഈ നാടിന് ആവശ്യമില്ലാത്തതാണ്, സമ്പത്ത് ദൂർത്തടിക്കലാണ്, കളി ഉണ്ടാകണം, അത് ആരാധനാ സ്വഭാവത്തിലേക്ക് പോകരുത് എന്ന് ഖുർആൻ വെച്ചുകൊണ്ട് പറയാൻ തയ്യാറാകണം. പ്രിയപ്പെട്ട വാപ്പമാരെ, മക്കളെ ഉപദേശിക്കണം. നമ്മുടെ മുസ്ലിം സമുദായത്തിന് എന്താണ് പറ്റിയത്? യുവാക്കൾക്ക് എന്തു പറ്റി? ഞാൻ ചോദിക്കട്ടെ. ഏതാണ്ട് 1 മാസക്കാലമായി നമ്മുടെ നാട്ടിൽ മുഴുവനും ലഹരിയുമായി ബന്ധപ്പെട്ട തൂഫാൻ അടിച്ചു വീശുകയാണ്. ഈ പറയപ്പെട്ട യുവാക്കൾ ഒരാള് ഉണ്ടാകും, ഞാൻ കണ്ടു കാണില്ല. ഈ പറയപ്പെട്ട യുവാക്കളുടെ കൂട്ടം ഒന്ന് കൂടിയിട്ട് ലഹരിക്കെതിരെ ഞങ്ങൾ ഒന്നാണ്, ഖുർആനായത്ത്, പ്രവാചകന്റെ ഹദീസ് വെച്ചുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഈ മാഞ്ഞാൽ പ്രദേശത്ത് ഒരു ഫ്ലെക്സ് കാണിച്ചു തരാമോ? 100 ആള് വായിക്കില്ലേ അള്ളാന്റെ ആയത്ത്? അള്ളാന്റെ റസൂലിന്റെ ഹദീസ് 100 കണക്കിന് ആള് വായിക്കില്ലേ? ജനങ്ങളെല്ലാം കാണുന്ന ഒരു പ്രദേശത്ത് ഒരു മഹല്ലിലെ യുവാക്കൾ ഇറങ്ങിയിട്ട് ഖുർആൻ ആയത്ത് കൊണ്ട് ഞങ്ങൾ ലഹരിക്കെതിരാണ്,
ഒരു കൂട്ടായ്മ ഇല്ല. മറിച്ച് ഏതോ നാട്ടിൽ നിന്ന് നടക്കുന്ന കോടിക്കണക്കിന് ലാഭമുള്ള, കോടിക്കണക്കിന് പൈസ വന്നു വീഴുന്ന, അതിന്റെ ദൂർത്ത് നടക്കുന്ന ഏതോ ഒരു കളിക്ക് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാം കളിക്കെതിരല്ല, പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ ആരാധനാ സ്വഭാവം, ഫ്ലെക്സിന്റെ വിപ്ലവം അവസാനിപ്പിച്ചേ പറ്റൂ. നന്മയുടെ മാർഗത്തിലാണ് സഹകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വല്ലദീന ഹും അനിൽ ലഹ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇത് ആവശ്യമില്ലാത്തതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പണം സമ്പത്ത് ദൂർത്തടിക്കുമ്പോ നമ്മുടെ നാട്ടിലെ ഈ ആഴ്ച 4 പേര് പട്ടിണി മൂലം ഇല്ലേ മറന്നുപോയോ നമ്മള്? അവരേത് മതത്തിൽപ്പെട്ടവരാവട്ടെ, വിശപ്പിന് ജാതിയില്ല, മതമില്ല. ആ 4 പേര് നടന്നു നീങ്ങുന്നത് പട്ടിണി കൊണ്ടാണ്, പ്രയാസങ്ങൾ കൊണ്ടാണ്. ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയണം ആ 4 പേർക്ക് വേണ്ടി. നോക്ക് നിങ്ങൾ, അതിനു മുമ്പ് ആഹാരം മുട്ടിച്ചതിന്റെ പേരില് മധു എന്ന നമ്മുടെ കൂടപ്പുറപ്പിനെ തല്ലിക്കൊന്നു. അതും വിശപ്പായിരുന്നു. അവിടെയാണ് നമ്മൾ ഈ ദൂർത്ത് കാണിക്കുന്നത്. എത്ര ആളുകൾ നമ്മുടെ മഹല്ലിലില്ലേ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ? എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ചോദിക്കുന്നു, ഒരു ഡയാലിസിസിന്റെ കിറ്റ് ഇത് വാങ്ങിക്കൊടുക്കുക. അതല്ലേ ചെയ്യേണ്ടത്? ഈ ഫ്ലെക്സ് വെക്കുന്നതിന് പകരം ഒരു ക്യാൻസറിന് മരുന്ന് ഇത് വാങ്ങിക്കൊടുക്കുക. വേണ്ട, വിധവയായ വീട്ടമ്മക്ക് 1 മാസത്തേക്കുള്ള ചെലവിനുള്ള പലചരക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. അതാവശ്യമുള്ളതാണ്. അതുകൊണ്ടൊന്നേ പറയാനുള്ളൂ, പരലോകമുണ്ട്, മരണമുണ്ട്. അള്ളാഹുവാണ് യുവത്വം തന്നത്, അള്ളാഹുവാണ് സമ്പത്ത് തന്നത്. അത് ദൂർത്തടിക്കാനും ഈ കളിക്കാർക്ക് വേണ്ടി ഫ്ലെക്സ് വെച്ചുകൊണ്ട് ആരാധനാ സ്വഭാവത്തിലേക്ക് മാറാനും പരസ്പരം തമ്മിലടിക്കാനും മത്സരിക്കാനുമുള്ളതല്ല നമ്മുടെ ജീവിതം. പറയാതിരിക്കാൻ വയ്യ. അല്ലാഹു പറഞ്ഞു 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 27-ാമത്തെ വചനം കേട്ടോ. ഇന്നൽ മുബദ്ദിരീന, അല്ലാഹു പറയുകയാണ്, ധൂർത്തന്മാരുണ്ടല്ലോ. ഇന്നൽ മുബദ്ദിരീന, കാശ് അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരുണ്ടല്ലോ. ഇന്നൽ മുബദ്ദിരീന, കാശിന് വില കൊടുക്കാത്ത യുവത്വമുണ്ടല്ലോ. ഇന്നൽ മുബദ്ദിരീന, ആവശ്യമില്ലാത്തതിന് വേണ്ടി പൈസ ചെലവഴിച്ചുകൊണ്ട് ആരവം കാണിക്കുന്ന യുവത്വമുണ്ടല്ലോ. അവരാരാന്നറിയുമോ? അവരാരാന്നറിയുമോ? ഇഖ്വാന ശയാത്തീൻ, പിശാചിന്റെ സഹോദരങ്ങളാ. അള്ളാന്റെ ആയത്ത് എഴുതി വെച്ചോ. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 27-ാമത്തെ വചനം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹു പറഞ്ഞതാ. ഈ ദൂർത്ത് കാണിക്കുന്നത്, ഈ മുക്കിന് ഫ്ലെക്സ് വെക്കുന്നത് എന്താണ് ഒരു ഗുണം? പറ നിങ്ങള്. ഈ സമുദായത്തിന് എന്താ ഗുണം? ഈ നാടിന് എന്താ ഗുണം? പറ നിങ്ങള്. ഒരു ഗുണം പറഞ്ഞതാ. കളി വരും 4 വർഷം കൂടുമ്പോ അതതിന്റെ വഴിക്ക് പോകും. ഫിഫ എന്ന കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. നിങ്ങള് ജമനിയിലോ അല്ലെങ്കിൽ ഗൂഗിളുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും സെർച്ച് ചെയ്യും. ഈ വർഷത്തെ ലാഭവിഹിതം എന്ത് എന്ന് കളി കഴിയുമ്പോൾ അടിച്ചു കൊടുത്താൽ കാണാൻ കഴിയും. മുഴുവൻ ചെലവും കഴിഞ്ഞിട്ട് പരസ്യങ്ങള്, TV 1, 2, 3, 4 ജയിച്ച ടീമുകൾക്കുള്ള സമ്മാനങ്ങള്, അങ്ങനെ തുടങ്ങി അതിന്റെ A to Z എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഫിഫ എന്ന കമ്പനിക്ക് കിട്ടുന്നത് 60,000 കോടി രൂപയാണ്. ആർക്കാ ലാഭം? ചിന്തിക്കും നിങ്ങള്. 60,000 കോടി രൂപ. അപ്പൊ എത്രയാ വരുമാനം? ആലോചിക്കും. നമ്മൾ മുസ്ലിമീങ്ങളാണ്. അള്ളാഹനെ മറക്കരുത്, അള്ളാഹന്റെ ഖുർആൻ മറക്കരുത്. ഇവിടെ പട്ടിണിയുണ്ട്, പ്രയാസങ്ങളുണ്ട്, മഹല്ലുകൾ മുന്നോട്ട് പോകാത്ത പള്ളികൾ നമുക്കിടയിലുണ്ട്, മദ്രസകൾക്ക് സംവിധാനങ്ങളില്ല, അതേപോലെ യതീംഖാനകളുണ്ട്, വിധവകളായ സ്ത്രീകളുണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങൾ അമുസ്ലിമീങ്ങളുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്, മരുന്ന് വാങ്ങാൻ കഴിയാത്തവരുണ്ട്, ഒരു നേരത്തെ പട്ടിണി പാവങ്ങൾ ഇവിടെയുണ്ട്. അവരെയൊന്നും കാണാതെ ഈ ഫ്ലെക്സിന്റെ വിപ്ലവം അവസാനിപ്പിക്കണം. ഇന്നൽ മുബദ്ദിരീന, അല്ലാഹു പറയുകയാണ്, ഈ ധൂർത്തന്മാരുണ്ടല്ലോ, പണം എങ്ങനെ ചെലവാക്കണമെന്നറിയാത്ത ഈ ഉമ്മത്തുണ്ടല്ലോ,
ഇന്നൽ മുബദ്ദിരീന, ദുർവ്വയം കാണിക്കുന്ന ആളുകൾ, പണത്തിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർ പിശാചിന്റെ സന്താനങ്ങളാണ്, അവർ പിശാചിന്റെ മക്കളാണ്, അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, പിശാച് ആരാണെന്ന് അറിയുമോ? റബ്ബിനോട് നന്ദി കെട്ടവനാ. അതുകൊണ്ട് യുവാക്കളെ, നന്ദി കെട്ട മനുഷ്യന്മാരാകരുത്, നന്ദിയുള്ളവരാകണം. അള്ളാഹു തന്ന, അധ്വാനിക്കാൻ തന്ന ശരീരം, അതുകൊണ്ട് അധ്വാനിക്കുന്ന പൈസ ഹലാലായ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകണം, വീട് നിർമ്മാണത്തിന് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകണം, യതീമായ മക്കളെ സംരക്ഷിക്കാൻ. ഈ ഫ്ലെക്സ് വെച്ച പിള്ളേരോട് ഞാൻ ചോദിക്കട്ടെ, ജൂൺ 1 സ്കൂൾ തുറന്നില്ലേ? എത്ര മക്കൾക്ക് നോട്ട് ബുക്ക് വാങ്ങിക്കൊടുത്തത്? എത്ര മക്കൾക്കാണ് പഠിക്കാൻ ബാഗ് കൊടുത്തത്? എത്ര മക്കൾക്കാണ് മഴ നനയാതെ പോകാൻ കുട വാങ്ങിക്കൊടുത്തത്? അതാണ് നന്മ, അതാണ് ചാരിറ്റി, അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. കരയുന്നവന്റെ കണ്ണീരൊപ്പണം, വിശക്കുന്നവന്റെ വിശപ്പറിയണം, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം അറിയണം. നമ്മുടെ നാട്ടിലില്ലേ, ഡയാലിസ് ചെയ്യാൻ പോകാൻ, വാഹനത്തിന് പോകാൻ പണമില്ലാതെ വിഷമിക്കുന്ന ആളുകൾ എത്രയുണ്ട് നമ്മുടെ നാട്ടിൽ? എന്താ ചിന്തിക്കാത്തത്? മരുന്നിന് വിഷമിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും, അതൊക്കെ മറന്നിട്ടും ആവശ്യമില്ലാത്ത ഏതോ നാട്ടിൽ നടക്കുന്ന ഒരു കളിക്ക് വേണ്ടി ആരാധനാ സ്വഭാവത്തിലേക്ക് പണം ദൂർത്തടിച്ചു മുടി കാണിക്കുന്ന കുപ്രായം ഇസ്ലാമികമല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വേണ്ടത് ഖുർആനിന്റെ ആളുകളായിട്ട് മാറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചര്യയിലേക്കാണ് മടങ്ങേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഓരോ ടീമിന്റെയും കളിക്കാരുടെ പേര് കാണാതെ അറിയാം. എനിക്കറിയില്ല. ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഓരോ ടീമിലും കളിക്കുന്ന കളിക്കാരുടെ പേര് നിങ്ങൾ പാട്ടുപോലെ ഒട്ടനടി നിങ്ങൾ പറയും. ഞാൻ ചോദിക്കട്ടെ, ആ കളിക്കാരുടെ പേര് പറയൽ ഈമാനല്ല, ഇസ്ലാമല്ല. എന്നാ നിങ്ങൾക്ക് 25ഓളം പ്രവാചകന്മാരുടെ പേര് പറയാൻ പറ്റുമോ? അതല്ലേ പഠിക്കേണ്ടത്? അതല്ല ഈമാനിന്റെ ഭാഗം, അതല്ല ഇസ്ലാമിന്റെ ഭാഗം. നമ്മുടെ മക്കളോട് ചോദിക്കണം, ബ്രസീൽ എത്ര കളിക്കാരുണ്ട്, ഓടേണ്ട പേരൊക്കെ പറയും. അപ്പൊ ചോദിക്കണം, എത്ര പ്രവാചകന്മാരുണ്ട് മോനെ? 1 2 4 5 എണ്ണും. 25ഓളം ആദം നബി അലൈഹിസ്സലാം ആരംഭിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിക്കുന്ന 25 പ്രവാചകന്മാരുടെ പേര് യുവാക്കൾ പഠിക്കണം. ആ പ്രവാചകന്മാര് യുവത്വത്തിന്റെ മാതൃകയാണ്. പിന്നെയുമുണ്ടല്ലോ അശറത്തുൽ മുബശ്ശിരീൻ, 10 സഹാബികൾ സ്വർഗത്തിലാണ്. ആരാ 10 പേര്? അർജന്റീന കളിക്കാരെ പേര് ചോദിച്ചാൽ 10 ഇങ്ങോട്ട് എണ്ണി പറയും. എന്നാൽ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ 10 സഹാബികൾ ആരാണ്? അവർ പഠിക്കണം. അതാണ് ഇസ്ലാമിന്റെ ഇസ്സത്ത്. ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്തേ കാരണം? ഈ ദൂർത്തിനും ഇശാഅ് കഴിഞ്ഞു സുബഹി മുടക്കിയിട്ട് പാതിരാത്രിയിൽ ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്, വിഷമിച്ചാലും വിഷമിച്ചില്ലെങ്കിലും എത്ര പേരുണ്ടെന്ന് മഹല്ല് പള്ളിയിലോ തൊട്ടടുത്ത മഹല്ലിനോ തൊട്ടടുത്ത പള്ളിയിലോ ബാങ്ക് കേട്ട പള്ളിയിലോ സുബഹിന്റെ ജമാഅത്ത് പങ്കെടുത്തവർ എത്ര പേരുണ്ട്? നിങ്ങളാ കിടന്നുറങ്ങുന്ന സമയത്ത് മലക്കുൽ മൗത്തെങ്ങാനും വന്ന് നിങ്ങളെ പിടിച്ചിരുന്നെങ്കിൽ സുബഹിന്റെ ജമാഅത്തില്ലാതെ, സുബഹിന്റെ നമസ്കാരമില്ലാതെ നിങ്ങളെ മയ്യത്ത് കുളിപ്പിക്കില്ലേ? നിങ്ങൾ സുബഹി നമസ്കരിച്ചിട്ടില്ല, പക്ഷേ ആ സുബഹി നമസ്കരിക്കാത്ത മനുഷ്യന് വേണ്ടി ഞങ്ങൾ മയ്യത്ത് നമസ്കരിക്കും എന്ന് ചിന്തിക്കാത്തത് ഗൗരവമുള്ള വിഷയമാണ്. നാം ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുമ്പോ അയാൾ നിസ്കരിച്ചിരിക്കണം. അത്ര വിഷമത്തോടെ പറയണത്. നിങ്ങൾക്ക് വണ്ടിയില്ലേ സുബഹിക്ക് പോകാൻ? നിങ്ങൾക്ക് കാറില്ലേ? എഴുന്നേക്കാൻ മൊബൈലില്ലേ? എന്തിന്റെ കുറവാ പടച്ചവൻ തന്നത്? എന്റെ സുബഹിന്റെ ജമാഅത്ത് കളയുന്നത്? 1 മണി 2 മണി വരെ 3 മണി വരെ കളി കണ്ടിരുന്നു. എന്തിന്? എന്താ അതിന്റെ നേട്ടം? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പടച്ചവനെ മറക്കല്ലേ, അല്ലാഹു തന്ന ആരോഗ്യം കളയല്ലേ. അവരെ ദൂർത്ത് കാണിക്കുന്നത്
അള്ളാഹനെ മറക്കുന്നത്, ഇശാഇന്റെ ജമാഅത്തില്ലാതെ നടക്കുന്നത്, സുബ്ഹിന്റെ ജമാഅത്തില്ലാതെ നടക്കുന്നത് എന്താണെന്ന് അറിയുമോ നബിയെ? കേട്ടോ, ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയാ, ദുനിയാവിലവര് മതിമറന്നാ ജീവിക്കണത്. ദുനിയാവിനവര് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുകയാണ്. വടക്കോട്ട് സഞ്ചരിക്കണം. മുസ്ലിം സമുദായത്തിന്റെ മക്കളാണ്, യുവാക്കളാണ് കട്ടൗട്ട് വെച്ച് ആഘോഷിക്കുന്നത് ഏതോ നാട്ടിലുള്ള മനുഷ്യന്മാരുടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവസാനിപ്പിക്കണം. എന്തിനാണെന്നറിയുമോ? വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, ഉത്തമമായത് ഗുണകരമായത് പരലോകമാണ്. ആ ചിന്ത ഉണ്ടാവണം. ഈ പറഞ്ഞ കൂട്ടുകാരും ഖബറിലേക്ക് വരില്ല, അവരുണ്ടാകും നിന്റെ മയ്യത്തിനെ താങ്ങാൻ, അവരുണ്ടാകും ഖബറിന് സമീപം വരെ. ഇന്നലെ എന്റെ കൂടെ കളി കണ്ടവനാ, ഫ്ലക്സ് വെക്കാൻ വന്നവനാണ്, എന്റെ കൂട്ടുകാരനാണ്. രാവിലെ മരണപ്പെടുകയാണ്, അറ്റാക്ക് വന്നിട്ട് അസറോട് ഒരു ഖബറിലായി. ഞാൻ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് 16 കൂട്ടുകാരുണ്ട്, 15 കൂട്ടുകാരുണ്ട്. ഒന്ന് ചോദിക്കട്ടെ, അസറിന് നിങ്ങളെ ഖബറടക്കി, ഇശാനിസ്കാരം കഴിഞ്ഞു ഇന്നലെ രാത്രി നിങ്ങൾ ഒരുമിച്ചിരുന്നാണ് ബ്രസീലിന്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കളി കണ്ടത്. ആ രാത്രിയിൽ 10 മണിക്ക് ഈ 15 പേരിൽ ഒരാളെങ്കിലും മഞ്ഞാലി പള്ളിയുടെ മൈലാഞ്ചി ചെടിക്കടിയിൽ ആ ഖബർസ്ഥാന്റെ മുന്നിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് സലാം പറയുമോ? അവനവന്റെ ലോകത്തേക്ക് പോകും. നിങ്ങൾ ആ ഖബർ തനിച്ചാണ്. ഓർക്കണം, വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. പടച്ചവനെ മറക്കല്ലേ, ദുർത്തന്മാരാകല്ലേ, ആരാധനാ സ്വഭാവത്തിന് കളിയെ കൊണ്ടുപോകല്ലേ. വല്ലവനും വേണ്ടി ഇടിവെക്കാനും ഒച്ചവെക്കാനും ബഹളം വെക്കാനും ജയിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിപ്പിരിയാനും അല്ല ഇസ്ലാമുള്ളത്. ഖുർആനിലേക്ക് മടങ്ങണം. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, പരലോകമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞതാ, ഏതെങ്കിലും ഒരു വർഷം കളി കഴിഞ്ഞിട്ട് ആ ജയിച്ച ടീം ഞങ്ങളുടെ ഫ്ലെക്സ് വെച്ച, ഞങ്ങളുടെ ചിത്രങ്ങൾ വെച്ച, ഞങ്ങളുടെ ഫാൻസ് കേരളത്തിലുണ്ട്, നിങ്ങൾക്ക് അഭിനന്ദനം എന്ന് പറഞ്ഞ ഒരു വാർത്ത കാണിച്ചു തരാമോ? ആ രാജ്യത്തിൽ നിന്ന് ഇല്ല. അവരത് കണ്ടിട്ട് പോലും ഇല്ല, അവരറിഞ്ഞു പോലും കാണില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പടച്ചവനാ സമ്പത്ത് തരുന്നത്. ഒരു തലവേദന മതി, ഒരു കൈയിന്റെ വേദന മതി, ഒരു വയറുവേദന മതി, ആ അക്കൗണ്ടിലെ പൈസ മുഴുവനും ഹോസ്പിറ്റൽ അക്കൗണ്ടിലേക്ക് മാറാൻ പടച്ചവങ്ങൾക്ക് മാറാവട്ടെ. ഒന്നും മറക്കണ്ട. അള്ളാനെ മറന്നൊന്നും ജീവിക്കല്ലേ. ഇവിടെ കോലം കെട്ടി ജീവിക്കാനുള്ളതല്ല, ഓരോ സെക്കൻഡിലും പടച്ചവനെ ഭയക്കാനുള്ളതാണ്. അതുകൊണ്ട് യുവാക്കളോട് പറയുന്നു, നാളെ മരണാനന്തര ജീവിതത്തിലേക്ക് എത്തപ്പെടുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ ഇബ്നി ആദം ഹത്താ യുസ്അല അൻ അർബഇൻ. നാളെ പരലോകത്തിലേക്ക് എത്തപ്പെടുമ്പോ ഒരൊറ്റ മനുഷ്യന്റെയും കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലാഹു തആല ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? നിന്റെ യുവത്വം എന്തിനു വേണ്ടിയാ ചെലവഴിച്ചത്? നീ ആർക്ക് വേണ്ടിയാ ജീവിച്ചത്? നീ ആർക്ക് വേണ്ടിയാ ഉറക്കം കളഞ്ഞത്? നീ ആർക്ക് വേണ്ടിയാണ് ബഹളം വെച്ചത്? നീ ആർക്ക് വേണ്ടിയാ പാതിരാത്രി കറങ്ങി നടന്നത്? നിനക്ക് ഞാനല്ല യുവത്വം തന്നത്. ആ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു? അള്ളാന്റെ ചോദ്യമാണ്. മറുപടി പറയാതെ ആദമിന്റെ മക്കളുടെ കാൽപാദം ചലിപ്പിക്കാൻ അല്ല സമ്മതിക്കില്ല. പ്രിയപ്പെട്ട യുവാക്കൾ, പഠിച്ചോ, അല്ല തന്ന യുവത്വം ഇസ്ലാഹിന് വേണ്ടിയാവണം. അല്ല തന്ന യുവത്വം പ്രവാചകന്റെ മാർഗത്തിലാവണം. അല്ല തന്ന യുവത്വം ഖുർആനിന്റെ മാർഗത്തിലാവണം. അല്ല തന്ന യുവത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിക്കാവണം. അല്ല തന്ന യുവത്വം രോഗികൾക്കാവണം. അല്ല തന്ന യുവത്വം മരുന്ന് വാങ്ങാനാവണം. അല്ല തന്ന യുവത്വം യതീമിനെ ചേർത്ത് പിടിക്കാനാവണം. അല്ല തന്ന യുവത്വം വിധവയെ ചേർത്ത് പിടിക്കാനാവണം. അല്ല തന്ന യുവത്വം ഇസ്ലാമിക ചാരിറ്റിക്ക് വേണ്ടിയാവണം. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ, നീ എവിടെന്നാ സമ്പത്തുണ്ടാക്കിയത്? അതെങ്ങനെയാ ചെലവഴിച്ചത്? അള്ളാന്റെ ചോദ്യമാണ്.
നീ എവിടെന്നാ സമ്പത്തുണ്ടാക്കിയത്? എങ്ങനെയാ ചെലവഴിച്ചത്? ഈ ചെലവഴിച്ചതൊന്നും ദുനിയാവിലും ഗുണമില്ല, ആഖിറത്തിലും ഗുണമില്ല, പരലോകത്തിലും ഗുണമില്ല, ഖബറിലും ഗുണമില്ല, കൂട്ടുകാർക്കും ഗുണമില്ല, മഹല്ലിലും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല, കൂട്ടുകാർക്കും ഗുണമില്ല, സ്വന്തത്തിനും ഗുണമില്ല. എന്താ ഗുണം? കളി കഴിയുമ്പോ അത് കുറെ നാൾ അവിടെ ഇരിക്കും. പിന്നെ അവസാനം ആർക്കും വേണ്ടാതെ ആ സാധനം ചവറ്റുകുട്ടയിലേക്ക് പോകും. വേറെന്താ ഗുണം? പറഞ്ഞു, നിങ്ങൾ ഒരു ഗുണം പറ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മാറണം. അടുത്ത വർഷമെങ്കിലും മാറണം. മാറിയേ പറ്റൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്. രോഗികളെ ചേർത്ത് പിടിക്കാനുണ്ട്, വീടില്ലാത്തവരുണ്ട്, മഴ പെയ്യുമ്പോ നനയുന്നവരുണ്ട്, സ്കൂളിൽ പോകാൻ പറ്റാത്ത പിഞ്ചോമന മക്കൾ ഇവിടെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ യുവത്വം അല്ലാഹുവിലേക്ക് ചേർന്ന് നിൽക്കാനും പ്രവാചകന്റെ ചര്യകളെ പിൻപറ്റാനും തയ്യാറാകണം. അതുകൊണ്ടൊന്നേ പറയാനുള്ളൂ, ദുനിയാവിൽ മതിമറന്ന് പരലോകത്തെ മറക്കരുത്. വഅഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് ഉസല്ലി വഉസല്ലിമു അലാ റസൂലിൽ അംബിയാഇ വൽ മുർസലീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു ദിവസം ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ജമാഅത്തിനായിട്ട് പള്ളിയിൽ വന്നു. പള്ളി അപ്പൊ ആ കുഞ്ഞിനെ ഞാൻ പരിചയപ്പെട്ടു. ഇസ്ലാമിന്റെ മര്യാദ അതാണ്. നമ്മുടെയൊക്കെ പള്ളിയിലൊരു കുഴപ്പമുണ്ട്. ഒരു യുവാവെങ്ങാനും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്ന ഭയങ്കര നോട്ടമാണ്. ഇപ്പൊ നന്നായ എന്തിനാ നോക്കണത്? അങ്ങനെ പ്രത്യേകിച്ച് യുവാക്കളൊക്കെ പള്ളി വരുമ്പോൾ അവർക്കൊന്ന് കൈ കൊടുക്കണം, അവരോടൊന്ന് സലാം പറയണം, അവരോടൊന്ന് പുഞ്ചിരിക്കണം, എന്തുണ്ട് മോൻ എന്ന് ചോദിക്കണം. വരാത്തൊരാൾ പള്ളി വന്ന സലാം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ കൈകെട്ടി നിസ്കരിച്ചോണ്ടിരിക്കുക, അവന്റെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുവേ ഇപ്പൊ നന്നായ എന്തിന് അവന് തനിസ്കരിക്കണ്ടേ? പിന്നെ അവൻ ആ പള്ളിയിലേക്ക് വരില്ല. ഏതാണ്ട് കാണാത്തൊരു സാധനത്തിൽ കാണും പോലെ. അങ്ങനെയല്ല ഇസ്ലാമിന്റെ മര്യാദ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ കണ്ടാൽ അങ്ങോട്ട് ചെല്ലും, എന്തുണ്ട് മോനെ വിശേഷം? ഞാൻ ആ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനോട് പരിചയപ്പെട്ടു. ഇവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ അന്ന് ഒരു മഞ്ഞ കളറിലെ ജേഴ്സി ആ കുഞ്ഞിട്ടിരിക്കുന്നു. ഞാൻ പരിചയപ്പെട്ട വേറൊന്നുമല്ല, മോനോട് പറഞ്ഞു, മോനെ നിസ്കരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കരുത്, ശ്രദ്ധിക്കണം. അത് ഞാൻ കളിയുടെ ഓടി വന്നതാണ്, ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ആ മോനോട് ചോദിച്ചു, മോൻ ആരെയാണ് ഇഷ്ടം? ഏത് ടീമാണ് മോൻ? ഏത് കളിക്കാരനാണ് മോൻ ഇഷ്ടം? ആ പൊന്നു മോൻ പറഞ്ഞ മറുപടി എന്നറിയുമ്പോൾ, എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടം. അൽഹംദുലില്ലാഹ്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, എനിക്ക് റസൂലുള്ളാഹിയാണ് ഇഷ്ടം, അതാണ് വേണ്ടത്, എന്റെ റോൾ മോഡൽ അല്ലാഹുവിന്റെ റസൂലാണ്, എനിക്ക് വേറൊന്നും വേണ്ട. ആ പരിചയപ്പെടൽ. പിന്നെ ആ കുട്ടി വെക്കേഷൻ ആകുമ്പോൾ സ്കൂളില്ലെങ്കിൽ ഇവിടേക്ക് ജമാഅത്തിന് വരും. നോക്ക് നിങ്ങൾ, നമ്മുടെ മക്കളും അങ്ങനെയാകണം. മുടിവെട്ടുന്ന രീതി, വസ്ത്രത്തിന്റെ രീതി, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ധരിക്കുന്ന പാൻറ് എല്ലാവർക്കും താഴെ ഇറങ്ങണ്ട, അതുവരെ മതി, അത് വെട്ടിക്കളയണം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം റോൾ മോഡലായിട്ട് മാറണം. ആ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റണം. ഒന്നുകൂടി പറയുന്നു, ചില ആളുകളൊക്കെ കറുത്ത മുണ്ടെടുത്തിട്ട് നിസ്കരിക്കാൻ വരുന്നുണ്ട്. പ്രിയമുള്ളവർ, ഇത് ശബരിമലയല്ല. ഒരു വെള്ളം മുണ്ടെടുത്തുകൂടെ? അത്രക്ക് ദാരിദ്ര്യമാ?
ഒരു വെള്ളം കൊണ്ടെടുത്ത് നിസ്കരിച്ചുകൂടെ? അഫ്ളലുൽ ഇബാദാതി ഫി ബദനിയതി കുല്ലിഹാ, നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും നല്ലത് നിസ്കാരമാണ്. അത് റബ്ബുമായുള്ള മുനാജാത്താണ്, സംസാരമാണ്. കൈകെട്ടിട്ട് എന്താ പറയണത്? വജ്ഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാത്. അല്ലാഹു സംസാരിക്കണം നമ്മള്. ആ സംസാരിക്കുമ്പോ ഒരു വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാ കറുത്ത കൊണ്ട് കൊടുക്കണത്? എന്തിനാ റോസ് കളറിലെ കൊണ്ട് കൊടുക്കണത്? എന്തിനാ നീല കളറിലെ കൊണ്ട് കൊടുക്കണത്? കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോകുമ്പോ വെള്ളത്തുണി ഇട്ട് മൂടിക്കൊണ്ടാ പോണത്. നിസ്കരിക്കുമ്പോ വെള്ളത്തുണി അല്ലാതെ വേറെ ഉപയോഗിക്കരുത്. അള്ളാന്റെ മുമ്പിലല്ലേ ഇരിക്കണത്. നിങ്ങളുടെ സ്കൂളിലേക്ക് ഉച്ചക്ക് 2:30 മണിക്ക് മീറ്റിംഗ് ആണ്. നിങ്ങൾ ആരെങ്കിലും കറുത്ത തുണി എടുത്തോണ്ട് സ്കൂളിൽ പോകില്ല. ടിപ്ടോപ്പായിട്ടല്ലേ പോണത്. അപ്പൊ അള്ളാന്റെ മുമ്പിൽ നല്ല വസ്ത്രം വേണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചിത്രങ്ങളുള്ളത് നിസ്കരിക്കാൻ ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ എഴുത്തുള്ളത് നിസ്കരിക്കാൻ ഉപയോഗിക്കല്ലേ. ഇന്നല്ലാഹു യുഹിബ്ബുൽ ജമാല. അല്ലാഹ് ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹ് ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. ആ സഹാബി സലാം പറഞ്ഞു, വർത്തമാനം പറഞ്ഞു. അയാളുടെ വായിക്കൊരു നാറ്റം വന്നു. അയാൾക്ക് തന്നെ ബോധ്യപ്പെട്ടു. പെട്ടെന്ന് അയാൾ പോയിട്ട് പല്ല് തേച്ച് വാ വൃത്തിയാക്കി. അതൊക്കെ പള്ളിയുടെ മര്യാദകളാ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മളായിട്ട് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ശരീരം മാത്രമല്ല, സ്ഥലം മാത്രമല്ല, നമ്മുടെ വസ്ത്രവും നല്ലതായിരിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നല്ല വസ്ത്രത്തോടെ. വെള്ളിയാഴ്ച മാത്രമല്ല പുരുഷന്മാരെ സുഗന്ധം പൂശേണ്ടത്, 5 വക്തത്തിനും പൂശൽ സുന്നത്താണ് കേട്ടോ. ഒരത്തറുണ്ടാവണം, ഒരത്ര വീട്ടുണ്ടാവണം. സുബഹിക്ക് വരട്ടാൻ, ലൊഹറിന് വരട്ടാൻ, അസറിന് വരട്ടാൻ, മഗ്രിബിന് വരട്ടാൻ, ഇശാഇനും വരട്ടാൻ. അതുപോലെ ജോലി കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം നിങ്ങൾ മഗ്രിബിന് സമയത്ത് പള്ളിയിലേക്ക് വരുമ്പോ ആ ഉടുപ്പിന് താഴെ ഇട്ടിരിക്കുന്ന ബനിയൻ ഉണ്ടല്ലോ, അതിൽ വിയർപ്പുണ്ടെങ്കിൽ മാറ്റിയേക്കണം. പള്ളിയിലാണ് വരുന്നത്, അള്ളാന്റെ പള്ളിയിലാണ് വന്നത്. ആ വസ്ത്രത്തിന് വിയർപ്പിന്റെ നാറ്റമുണ്ടെങ്കിൽ ഇത് പറഞ്ഞല്ലോ, വിയർപ്പിന്റെ നാറ്റമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കരുത്. വിയർപ്പിന്റെ നാറ്റമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഭാര്യയോടൊപ്പം കിടക്കരുത്. ഹദീസാണ്. ഇസ്ലാമിന് മര്യാദയാണത്. അതൊക്കെ ഒന്ന് പാലിക്കണം. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, സെൻസസ് ആരംഭിച്ചിട്ടുണ്ട്. 34ഓളം ചോദ്യങ്ങൾ അതിലുള്ളത്. ആ വരുന്ന ആളുകളോട് മാന്യമായി പെരുമാറണം. അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട സത്യസന്ധമായ മറുപടികൾ നൽകണം. അവർ ഓരോ വീടും ഇങ്ങനെ കയറി ഇറങ്ങി വരികയാണ്. അവരോട് സാമൂഹ്യമായ മര്യാദ പാലിക്കണം. അവരോട് തട്ടിക്കയറാനും ദേഷ്യപ്പെടാനും അതൊന്നുമല്ല, അവരുടെ ഡ്യൂട്ടിയാണത്. അവർ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടിയാണത്. നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവരോട് പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുകയും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ നമുക്കത് കാണാം. എന്താണ് ചോദ്യങ്ങളെന്ന് അല്ല, നമ്മളെ കാണിക്കാനൊന്നുമല്ല, ഒരു സ്വന്തമായി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആ മര്യാദകൾ പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ്. അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു പള്ളിയിൽ വരുന്നു, നിങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന ചെറുതും വലുതുമായ സഹായം കൊണ്ടാണ് ഈ പള്ളി അൽഹംദുലില്ലാഹ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നത്. പ്രയാസങ്ങളുണ്ട്, എന്നാലും വെള്ളിയാഴ്ച വരുമ്പോ ഒരാഴ്ചത്തെ അധ്വാനത്തിൽ നിന്ന് ഒരു നല്ലൊരു തുക അള്ളാന്റെ പള്ളിക്കാണ് കേട്ടോ. നാളെ പരലോകത്തിന് വേണ്ടിയാണ്, ഖബറിൽ കിടക്കുമ്പോൾ ഗുണം കിട്ടാൻ വേണ്ടിയാണ്. ഈ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഈ ഒരു സ്വതഖ എന്റെ പള്ളിക്ക് വേണ്ടി, തൗഹീദിന്റെ മസ്ജിദിന് വേണ്ടി. ഇത് ബൈത്തുള്ളയാണ് കേട്ടോ, ഇത് അള്ളാന്റെ വീടാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോ ഈ ലോകത്ത് ഗുണങ്ങൾ ഉണ്ടാകും, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും, ആപത്തുകൾ അല്ലാഹു തആല തടയും, രോഗങ്ങൾ ഇല്ലാതിരിക്കും, പ്രയാസങ്ങളും മാറും, ജീവിതത്തിൽ ഹൈറും നന്മയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളികളെ സഹായിക്കുക. റഹ്മാനും റഹീമുമായ റബ്ബേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ തൊട്ടടുത്ത മഹല്ലിലും അതുപോലെ ഞങ്ങളുടെ മഹല്ലിലും പള്ളിക്കാട്ടിലാണ്. റഹ്മാനെ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്, പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, അവരെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. കിടന്നു പോകുന്ന രോഗം മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും നീ തരല്ല റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. മാരക
മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അവയവങ്ങൾ മാറ്റിവെക്കുന്ന രോഗങ്ങൾ തരല്ല റഹ്മാനെ. അവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന അപകടങ്ങളും പ്രയാസങ്ങളും തരല്ല റഹ്മാനെ. ഇസ്സത്തോടെ അഭിമാനത്തോടെ അന്തസ്സോടെ ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ തലകുലിക്കാതെ മരണം വരെ കുടുംബത്തെ പോറ്റാൻ ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾ നിങ്ങളുടെ മക്കളും ഭാര്യമാരും ഒക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നവരാണ്. പടച്ചവനെ നിന്റെ കാവലുണ്ടാകണേ റഹ്മാനെ. ആപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നിങ്ങളുടെ സഹോദരങ്ങൾ പ്രവാസ ലോകത്തുണ്ട്. പടച്ചവനെ അവർക്ക് നീ ഖൈറും ബർക്കത്തും റഹ്മത്തും നൽകണേ അല്ലാ. നിങ്ങളുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ. നിങ്ങളുടെ മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാ. നമസ്കാരമുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും പ്രാർത്ഥിക്കുന്ന സാലിഹായ മക്കളും മരുമക്കളുമാക്കണേ അല്ലാ. നാളെ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മയ്യത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഈമാനുള്ള ഇഖ്ലാസുള്ള കൺകുളിർമയുള്ള മക്കൾ